ഈ 8ഉം 9ഉം വാക്യങ്ങളിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരാം. എന്നാൽ അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8ഉം 9ഉം ഒന്നുകൂടെ വായിച്ചു. 1 പത്രോസ് 5:8-9. നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിക്രിയയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് നിൽപ്പീൻ. അതെ, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി. അതാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വാക്യത്തിനകത്ത്, 2 വാക്യങ്ങൾക്കകത്ത് ആത്മീക പോരാട്ടത്തിൽ നമ്മൾ പുലർത്തേണ്ട പല കാര്യങ്ങൾ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഈ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് അത് രണ്ടുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിർമ്മതരായിരിക്കും, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. കണ്ടോ, അപ്പം നമ്മുടെ പ്രതിയോഗിയായ പിശാച്, പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ അവൻ പ്രതിയോഗി, അഡ്വേഴ്സറി. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ ആന്റിഡിക്കോസ് എന്ന് പറഞ്ഞൊരു പദമാണ്. ആന്റിഡിക്കോസ് പ്രതിയോഗി എന്ന് പറഞ്ഞാൽ ഒപ്പോണന്റ്, എതിരാളി എന്നർത്ഥം. എതിരാളി. അപ്പൊ പ്രതിയോഗി എന്ന് പറഞ്ഞാൽ എതിരാളി. അവൻ എപ്പോഴും എതിരാണ്. എതിരാളി, ഒപ്പോണന്റ് എന്നോ എനിമി എന്നോ പറയാം, ശത്രു. പിശാച് എപ്പോഴും നമ്മുടെ എതിരാളിയാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കണം കേട്ടോ, പിശാച് എപ്പോഴെങ്കിലും നമുക്ക് അനുകൂലം തിരിയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. പിശാച് നമുക്ക് അനുകൂലം തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെന്നാണ്, അല്ലേ? പിശാച് നമുക്ക് അനുകൂലമാകുകയല്ല ഒരിക്കലും. അങ്ങനെ അനുകൂലമാകുന്നുണ്ടെങ്കിൽ നാം ദൈവകൃപയിൽ നിന്ന് വീണു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആര് പിശാചിന്റെ യാതൊരു സഹായവും നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ അവനോട് ഡെഡ്ലി അഗൻസ്റ്റ്. ആ പ്രതിയോഗിയായ പിശാച്, അവന്റെ പേര് തന്നെ കേട്ടോ, ഒന്ന് അവൻ പ്രതിയോഗിയാണ്, അവന്റെ പേരാണെങ്കിലോ ഡെവിൾ, പിശാച്, ഡെവിൾ. ഈ പിശാച് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഡെവിൾ. ഡെവിൾ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ ഡയോബോലോസ് എന്നാണ്. ഡയോബോലോസ്, DIOBOLOS എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് നിങ്ങളിത് വായിച്ചു. ഗ്രീക്കാണത്. ഡയബോലോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? സ്ലാൻഡറർ. സ്ലാൻഡറർ എന്ന് പറഞ്ഞാൽ അപവാദി. അപ്പൊ പിശാച് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ എന്നതാ? അപവാദി. അവന്റെ പരിപാടി എന്താണെന്നറിയാമോ? He always accuse falsely against people. അവൻ എപ്പോഴും മറ്റുള്ളവർക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിയുന്നവനാണ്. അക്യൂസർ, അതാ അപവാദി. അതുകൊണ്ട് ഈ പിശാച് എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിഞ്ഞു വേണം നമ്മൾ അതിനോട്. അവന്റെ പേര് തന്നെ അതാണ്. അവനിങ്ങനെ, അതല്ലേ സഹോദരന്മാരെ, രാപ്പകൽ അപവാദം പറയുന്ന പിശാചിനെ തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പറയുന്നത്. അവനെപ്പോഴും ഇങ്ങനെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഈ പിശാചിന്റെ ഏറ്റവും പ്രധാന പണിയാണ് എന്താ? മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുക. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് പിശാചിന്റെ പണിയാണ് ഈ അപവാദം പറയുന്നത്. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ ആരും ഏറ്റെടുക്കാൻ പോകരുത്. ഈ നമ്മുടെ ദൈവമക്കൾക്കെല്ലാം കുഴപ്പമെന്നറിയോ? നമ്മൾ പലരും, ഈ പിശാചാണ് ഇതിന്റെ ഹോൾസെയിലർ, ഏതാ ഈ അപവാദത്തിന്റെ. നമ്മുടെ ദൈവമക്കൾ പലരും അതിന്റെ റീറ്റെയിലർ ഷോപ്പ് നടത്തുക, ചില്ലറ വിൽപ്പനക്കാരായിട്ട് ഇങ്ങനെ മാറിയിരിക്കുക. അപവാദം. 2 സഹോദരന്മാര് വിശ്വാസികൾ ഒരുമിച്ച് കൂടിയാൽ എന്ത് ചെയ്യുക? മൂന്നാമതൊരാളുടെ കുറ്റം പറയുക. അപവാദം. ഈ അപവാദം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ തെറ്റായി ആരോപിക്കുക. ഒരാൾ ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് പറയുന്നത് അപവാദമല്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തോണം. ഒരാളൊരു തെറ്റ് ചെയ്തു. ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു, അപ്പൊ ഷായി സാറിന് എന്റെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ നിങ്ങളോടോ അദ്ദേഹം ചെയ്തത് തെറ്റാണ്, അത് അപവാദമല്ല കേട്ടോ. അതൊരിക്കലും അപവാദമല്ല. എന്നാൽ
ഞാൻ മനസ്സിൽ പോലും അറിയാത്തൊരു കാര്യം എന്റെ മേൽ ആരോപിക്കുക, ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്റെ മേൽ ചുമത്തുന്നതിനെയാണ് നമ്മൾ അപവാദം. അതുകൊണ്ട് പിശാച് പറയുന്നത് സാറേ, ഈ തെറ്റ് അത് പറയുന്നത് ശരിക്കും അത് പറയാൻ പാടില്ലല്ലോ. തെറ്റാണെങ്കിൽ പോലും ഒരാളുടെ തെറ്റാണെങ്കിൽ പറയണമെന്നല്ല, തെറ്റ് നമ്മളെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തിൽ ഒരു തെറ്റൊരാൾ പറഞ്ഞാൽ അത് മുഖത്ത് നോക്കിയെന്ന് പറയാം. അയാളെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അയാളെ മാനസാന്തര അനുഭവത്തിലേക്ക് നടത്തണമെന്നാണ് പൗലോസ് അതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്. അത് എല്ലാ കാര്യങ്ങളും പറയാനൊന്നും നമുക്ക് അവകാശമില്ല. നാമും കൂടെ ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ, എന്നെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു തെറ്റ് ചെയ്തു, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്നെയും കൂടെ ദോഷമായി ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പൗലോസ് പറയുന്നത് എന്നതാ, അവർ തന്നെ ഉള്ളപ്പോ, അല്ലെ, കർത്താവ് പറയുന്നതാണ്, അവർ തന്നെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവനെ ആ തെറ്റ് ബോധിപ്പിക്കണം. മത്തായിയുടെ സുവിശേഷം എടുത്തേ, ഏതായാലും അത് ചോദിച്ചുകൊണ്ട് നമ്മളതിലേക്ക് വരാതിരിക്കാൻ പറ്റുകയല്ലോ. എടുത്തേ മത്തായിയുടെ സുവിശേഷം എടുത്തേ. മത്തായിയുടെ സുവിശേഷത്തിലെ കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല. കർത്താവ് തന്നെ പറയുന്ന ആ കാര്യം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. 16 ആണോ 18 ആണോ? 18 മത്തായിയുടെ ശേഷം 18ന്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അവിടെ കിടപ്പുള്ളത് ഒരാൾ തെറ്റ് ചെയ്ത. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് ബോധ്യം വരുത്തുക. ഇതാണ് വിഷയം. നിന്റെ സഹോദരനോട് പിഴച്ചാൽ, ഇവിടെ പിഴച്ചാൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാമോ? അവന് നമുക്കെതിരെ ഒരു തെറ്റ് ചെയ്തെന്നോ ഒരു ദോഷം ചെയ്തെന്നോ ഉള്ള ആശയത്തിലാണത് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു സഹോദരൻ നമ്മളോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുന്നത്. അത് അവിടെ ഇവിടെയും പറഞ്ഞു നടക്കരുത്. അതാണ് ദൈവമക്കൾ ചെയ്യേണ്ടത്. അപ്പോ അവിടെ ഇവിടെയും പറഞ്ഞു നടക്കുമ്പോഴാണ് ഇത് ഈ അപവാദത്തിലേക്ക് ചെന്ന് വീഴുന്നത്. ഇപ്പോ ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ ഇപ്പം ഷായി സാറിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, സാറിനെ കൂടെ ഉൾപ്പെടുന്ന വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഷായി സാർ നേരെ എൻ്റെ അടുത്ത് വരാം. അവിടെ ഇവിടെയും പറഞ്ഞു നടക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണല്ലേ? അപ്പൊ നമ്മൾ അപവാദിയായി പോവുക. അതിലും നല്ലത് നേരെ എൻ്റെ അടുത്ത് വരിക. എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കത് ബോധ്യം വരുത്തും. ബ്രദറെ, നമുക്ക് വളരെ വഴക്കൊന്നും പറയാനല്ല, സമചിത്തതയോടെ അത് ബ്രദറെ, നമ്മൾ ആ വിഷയത്തില് ഞാനതിങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലായി കാണില്ലായിരിക്കാം. അപ്പോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ബോധം വരുത്തണം. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ പോകും. അവൻ നിന്റെ വാക്ക് കേട്ടു, അവന് മനസ്സിലായി, ബോധ്യപ്പെട്ടു, അവനത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ അവനെ നേടുകയാണ്. സത്യത്തിൽ അതൊരു ലാഭമാണ്, ഒരു നേട്ടമാണ്. നമുക്ക് അവനെ നേടാൻ കഴിയും. എന്നാൽ നമ്മൾ അവനെ നേടി. എന്നാൽ കേൾക്കാഞ്ഞാലോ അവൻ അംഗീകരിക്കുന്നില്ല, നമ്മളെ കേൾക്കുന്നുമില്ല, അത് പറയാൻ പോലും അവൻ സമ്മതിക്കും. എനിക്കതൊന്നും കേൾക്കണ്ട, എനിക്ക് നിങ്ങളുടെ ഒരു ഓശാരവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്ന ആളുകളില്ലേ? അങ്ങനെ കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. 1-2 പേരെ എന്ന് പറഞ്ഞാൽ സഭയിൽ പ്രായവും പക്വതയുമുള്ള, നമ്മളെക്കാൾ കാര്യവിവരശേഷിയുള്ള, അപ്പൊ നമ്മളെക്കാൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെല്ലരുത് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയുണ്ടാക്കിയിട്ട് പോരും. നമ്മളെക്കാൾ വിവരമില്ലാത്തവരെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും അവസാനം തല്ലിപ്പിരിയണം. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും സഭയിൽ ഇത്തിരി പ്രായവും കാര്യവിവരം കുറച്ച് സമചിത്തതയും ഒക്കെ ഉള്ള ആളുകളെ 2-3 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ, അവരെയും കൂട്ടാക്കിയില്ലെന്ന് വെച്ചോ, എനിക്കിതൊന്നും കേൾക്കണ്ട, നിങ്ങൾ വേറെ പണി നോക്കും എന്ന് പറഞ്ഞാൽ സഭയോട് അറിയിക്കും. അങ്ങനെ വന്നാൽ നമുക്ക് ആ വിഷയം പറയാം, ദൈവസഭയോട് അറിയിക്കുക. ഇത് നേരെ തിരിഞ്ഞു വരരുത് കേട്ടോ. ആദ്യം സഭയിൽ അറിയിക്കാൻ പോകരുത്.
ആദ്യം നീയും അവനും തന്നെ ഉള്ളപ്പോൾ ചെന്ന് നേരിട്ട് അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. കേൾക്കുന്നില്ലെങ്കിൽ സഭയിൽ പ്രായമുള്ള പക്വതയുള്ള 2-3 പേരെ കൂട്ടിക്കൊണ്ടു പോവുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ വന്നാൽ സഭയെ അറിയിക്കുക. അപ്പൊ സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ അവരുമായിട്ടുള്ള ബന്ധം മറ്റു പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന് പറഞ്ഞ ഇത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ്. ആ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അവരുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയോ ഏതെങ്കിലും നിലയിൽ സഹകരിക്കുക. യഹൂദന്മാര് ചുങ്കക്കാരും പുറജാതിക്കാരുമായിട്ട് ഒരു ഭക്ഷണത്തിന് ഇരിക്കുകയോ ഏതെങ്കിലും കാര്യത്തിൽ യോജിക്കുകയോ ഒരുമിച്ച് പോവുകയോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ അവനുമായിട്ട് ബന്ധം പിന്നെ സ്ഥാപിക്കാതിരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ സംശയം ഒരാൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണേ, നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവരുടെയും തോളി കൈയിട്ടുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ക്രിസ്തു ജീവിതം നയിക്കാൻ പറ്റും. എല്ലാവരെയും സന്തോഷിപ്പിച്ചും എല്ലാവരെയും പ്രീണിപ്പിച്ചുകൊണ്ടും നമുക്ക് ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ പറ്റുകയില്ല. അത് വിശുദ്ധന്മാർ, ഞാൻ പറഞ്ഞ സഭയിലെ ആളുകളുടെ കാര്യം കൂടിയാ കേട്ടോ. ഇത് സഭയിലുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്, അല്ല പുറത്തുള്ള ആളുകളുടെ കാര്യമല്ല പറഞ്ഞത്. സഭയിലുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്, വിശ്വാസിയുടെ കാര്യമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്നറിയാമോ? അബ്രഹാമും ലോത്തുമാണ്. നിങ്ങൾക്കറിയാം അബ്രഹാമിന്റെ ആരാണ് ലോത്ത് എന്നുള്ളത്. അബ്രഹാമിന്റെ ആരാ ലോത്ത്? നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി പറയും അബ്രഹാമിന്റെ ജ്യേഷ്ഠന്റെ മകനാണെന്ന് പറയും. ജ്യേഷ്ഠന്റെ മകൻ എന്നുള്ളത് ഒരു കാര്യമാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനം എന്താ? അളിയനാ. സാറയുടെ ആങ്ങളയല്ലേ ലോത്ത്? സാറയുടെ ആങ്ങളെയാ. അത് മനസ്സിലായോ? അളിയന. നിങ്ങളത് ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കിക്കേ. ഈ സത്യം പറഞ്ഞ ഈ അളിയന്മാരാ ഇതെല്ലാം കുഴപ്പിക്കുന്നത്. ഈ ദർശനമുള്ള അളിയന്റെ പുറകെ ദർശനമില്ലാത്ത ചില അളിയന്മാർ ചേരും. അളിയ 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 വിളി കേൾക്കണം. ഞങ്ങളിവിടെ അളിയാന്ന് വിളിക്കും, നിങ്ങളവിടെ മച്ചമ്പി എന്നാ വിളിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. മച്ചമ്പി മച്ചമ്പി എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ കൂടും. ഈ പുള്ളിക്ക് വല്ല വെളിവും ഉണ്ടോ? ആത്മീയ ദർശനം കിട്ടിയിട്ടുണ്ടോ? അതും ഇല്ല. എല്ലാം കറക്കം. പുള്ളിയുടെ നോട്ടം എന്നാന്നറിയാവോ? എപ്പോഴും നീരോട്ടമുള്ളത് ഇല്ലേ? ആടിനെ വളർത്താൻ കൊള്ളാം. അളിയ ഇവിടെ 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 നല്ലതാ കേട്ടോ ഇവിടെ. എന്നിട്ടോ അവസാനം തമ്മി വഴക്കായി. അബ്രഹാം അവനോട് പറഞ്ഞ ഒരൊറ്റ കാര്യം, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാട്ട്, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പിണക്കമൊന്നുമില്ല കേട്ടോ, പിണക്കമൊന്നുമില്ല. നിനക്കൊരു അത്യാപത്ത് വന്നാ ഞാൻ ആദ്യം എത്തും. അതങ്ങനെ തന്നെയാണല്ലോ വന്നത്. അവസാനം ലോത്തിനെ പിടിച്ചോണ്ട് പോയില്ലേ? കേദോല്ലായ്മർ കൂട്ടരും വന്ന് പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് അതിന് ചങ്കിന് വേദന ഉണ്ടായത് വേറെ ആർക്കും ഉണ്ടായില്ലല്ലോ. നാട്ടിൽ ആർക്കും അതിന് വിഷമം ഉണ്ടായില്ലല്ലോ. ആദ്യം അവിടെ എത്തിയതാരാ? വീട്ടിൽ നിന്ന് 318 യോദ്ധാക്കളെയും കൊണ്ട് ചെന്ന് അവനെ ചെന്ന് വിടുവിച്ചതാരാ? അബ്രഹാം. അത് പിണക്കല്ല. പക്ഷേ ഒരുമിച്ച് പോയാൽ നിന്റെ ദർശനം വേറെ, എന്റെ ദർശനം വേറെ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ശരിയാകില്ല. ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് പിണങ്ങാനോ പേശാനോ ബന്ധം ഉപേക്ഷിക്കാനോ അല്ല. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരുമായിട്ടും നമുക്ക് യോജിച്ചു പോയാൽ നമ്മുടെ ദർശനം കാത്തു സൂക്ഷിച്ച് ആത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല. നിങ്ങളെ ശ്രദ്ധിക്കുക, നമ്മൾ ചിലരുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ തന്നെ അറിയാം അവരുടെ കാഴ്ചപ്പാടും അവരുടെ ദർശനവും അവർ വേദപുസ്തകം മനസ്സിലാക്കിയിരിക്കുന്നു വേറെ ലെവലാണ്. ഞാനങ്ങനെ എല്ലാവരുമായിട്ടും കൂടാറില്ല. ഞാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വിളിയും ഒരു നിയോഗവും ഒരു തെരഞ്ഞെടുപ്പും എനിക്ക് തന്നിരിക്കുന്ന വചനജ്ഞാനവും അതുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അവരിൽ നിന്നാകുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീട്ടിൽ വന്ന ചായ കൊടുക്കും, കാപ്പി കൊടുക്കും, വിളിക്കും, അവരുടെ വിവരം അന്വേഷിക്കും. സൂക്കേടായ ആദ്യം നമ്മൾ ഓടി ചെല്ലുകയും ചെയ്യും. പക്ഷെ തോളിൽ കൈകെട്ടി ഇനി അളിയനും കളിക്കാൻ അത്രയും. അതുകൊണ്ട് സഹോദരൻ പിഴച്ചു ചെന്ന് പറയുക. അവൻ നിരപ്പായില്ലെങ്കിൽ 2-3 പേരെയും കൂട്ടിക്കൊണ്ട് ചെല്ലുക. 2-3 പേരെയും കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് അവരോടും അവൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ സഭയെ അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനെയും ചുങ്കക്കാരനെയും പോലെ ഇരിക്കട്ടെ. ഇത് പറഞ്ഞേച്ചാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം
സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അതിന്റെ അർത്ഥം എന്നതാ? പിശാചിനെ കെട്ടുന്ന കാര്യമല്ല. ചിലര് ഈ വാക്യം പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ കെട്ടുന്നെന്ന് പറഞ്ഞത്. നമ്മുടെ ഒരു ദൈവദാസന്റെ അപ്പനെ വിശ്വാസത്തിൽ വന്നില്ല, വിശ്വാസത്തിൽ വരാത്തതാണ്. ആ ദൈവദാസനൊരു കുഞ്ഞുണ്ടായപ്പോഴത്തേക്ക് ആ കുഞ്ഞിന് 28 കെട്ടണമെന്ന് പറഞ്ഞ അപ്പനങ്ങ് ബഹളമായി. വിശ്വാസികൾക്ക് 28ഉം 38ഉം ഒന്നും ഇല്ലല്ലോ, 56 ഒന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ. അവസാനം അപ്പനങ്ങ് വഴക്കായി ചെന്ന് സ്വന്തം കാശ് കൊടുത്തൊരു ചരടും ഒക്കെ മേടിച്ചോളൂ. ഈ ദൈവദാസന്റെ കൊടുത്തു, പ്രാർത്ഥിച്ച് കെട്ടാൻ പറഞ്ഞു. അവൻ പറഞ്ഞു അപ്പച്ചൻ കെട്ടിക്കളാൻ പറഞ്ഞു. ഈ അപ്പച്ചൻ പ്രാർത്ഥിച്ചു, കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഈ ചരട് കൊണ്ട് ഈ പൈതലിനെ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ബന്ധിക്കുന്നവരുണ്ട്, സൂക്ഷിച്ചോണം കേട്ടോ. ഇവിടെ കെട്ടുകഴിക്കുകയും ചെയ്തത് പിശാചിനെയല്ല, മറിച്ച് ദൈവസഭയിൽ ഒരു വ്യക്തി സഭയും കൂട്ടാക്കുന്നില്ല, സഹോദരന്മാരെയും കൂട്ടാക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവനെ പുറജാതിക്കാരനെ പോലെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അത് പൗലോസ് പിന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സഭയിൽ അവനെ അകറ്റി നിർത്തുക. നീ അങ്ങനെ ചെയ്താൽ, കർത്താവ് പറയുകയാണ്, നീ അങ്ങനെ കെട്ടിയാൽ അത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ നീ അവനെ പുറത്താക്കിയാൽ സ്വർഗവും അവനെ പുറത്താക്കും. പറഞ്ഞ മനസ്സിലായോ? കാരണം നിനക്കൊരു പരമാർത്ഥ മനസ്സോടെയാണ് നീ ചെയ്തത്. തെറ്റ് ചെയ്തു, നിന്നോട് പഴച്ചു. അത് ഓർമ്മപ്പെടുത്താൻ നീ പരമാർത്ഥ മനസ്സോടെ അവിടെ ചെന്നു. അവൻ അംഗീകരിച്ചില്ല. സഭയിൽ നിന്ന് 2 മൂപ്പന്മാരെ വിളിച്ചോണ്ട് ചെന്നു, അംഗീകരിച്ചില്ല. സഭയെ അറിയിച്ചു, അവിടെ അംഗീകരിച്ചില്ല. അപ്പൊ നീ അവനെ ദൈവസഭയിൽ നിന്ന് പുറത്താക്കിയാൽ സത്യം പറഞ്ഞാൽ അത് ദൈവവും സ്വർഗവും എന്ത് ചെയ്യുന്നു? അംഗീകരിക്കും. നീ അത് അഴിക്കാൻ തയ്യാറായാൽ എന്ത് ചെയ്യും? സ്വർഗവും അഴിച്ചിരിക്കും. നമ്മുടെ അധികാരമാണ്, ദൈവമക്കളുടെ അധികാരമാണ്. ഇതിനെയാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പിന്നത്തേതിൽ അവൻ ചിലരെ സാത്താനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതിനുവേണ്ടി ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. എല്ലാവരുമായിട്ടൊന്നും യോജിച്ചും നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ആ വ്യക്തിയോട് നേരിട്ട് പറഞ്ഞ് ഓർമ്മിക്കുക. ഒരു കാര്യം കൂടെ ഓർത്തണം കേട്ടോ, ലോകത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും തെറ്റുകളും ചെന്ന് പറയാനല്ല, ദൈവസഭയോ നിന്നെയോ ബാധിക്കും എന്ന് പറഞ്ഞ വ്യക്തിപരമായി നിന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിൽ ഇടപെട്ട് വഷളാകാൻ പോകരുത്. അതാണ് ഏറ്റവും പ്രധാനം. വ്യക്തിപരമായി നിന്നെ ബാധിക്കുന്ന വിഷയമല്ലേ. അതുകൊണ്ടാണ് ഈ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പരകാര്യങ്ങളിൽ ഇടപെടുന്നവർ എന്നും പറഞ്ഞൊരു പൗലോസിന്റെ ഒരു പ്രയോഗം. മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെട്ട് നടക്കുക. നിനക്കെന്നെ കാര്യം, ആരല്ല എന്തെല്ലാം ചെയ്യട്ടെ, നിനക്കെന്താ വിഷയം? ഒരാള് തെറ്റ്, ഒരാൾ അത് ചെയ്തു ഇത് ചെയ്തു, അതൊക്കെ ചോദ്യം ചെയ്യാൻ നിനക്കെന്ത് ഉത്തരവാദിത്വം? നിന്നെ ബാധിക്കുന്ന വിഷയം, അങ്ങനെ നിന്നെ ബാധിക്കുന്ന അത് ദൈവസഭയ്ക്ക് ദോഷമായിട്ട് വരുന്നത്. അതിൽ ചെന്നത് സഹോദര, ആ വിഷയം ഞാനിങ്ങനെയാണ് ചെയ്തത്, ഞാനിങ്ങനെയാണ് ഉദ്ദേശിച്ചത്, നിനക്ക് ദോഷം ചെയ്യാനല്ല, ഞാൻ നിനക്ക് ദോഷം വരുന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാനത് ഈ നിലയിലാണ് ഉദ്ദേശിച്ചത്. നമ്മൾ പലതും സഭയ്ക്കകത്തോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പലരും തെറ്റിദ്ധരിക്കുകയല്ലേ, അവരെ ചെന്ന് ബോധ്യപ്പെടുത്തുക. അവരത് അംഗീകരിക്കുന്നില്ല, സഭയിൽ 1-2 പേരോട് കൂടെ നമ്മൾ വിളിച്ചുകൊണ്ടില്ല. അവരെ അംഗീകരിക്കുന്നില്ല, സഭയിൽ പറയുക. അവരെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ സഭയ്ക്ക് പോകും. മനസ്സിലായോ? അത് സ്വർഗം സ്വീകരിക്കുമെന്ന്. നീ കെട്ടിയാൽ അത് കെട്ടിയതാ സ്വർഗത്തിൽ, നീ അഴിച്ചാൽ അത് സ്വർഗത്തിലും അഴിഞ്ഞതാ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്ന അപവാദം പറഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞു വന്നത്, അപവാദം എന്ന് പറയുന്നത് നാം ചെയ്യാത്തൊരു കാര്യം ഒരു കുറ്റാരോപണമായി നമ്മുടെ മേൽ ചുമത്തുന്നതിനെ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ തെറ്റ് ചെയ്ത ആളോട് മാത്രം പറയും. അത് നാട്ടിലെല്ലാം പറഞ്ഞു നടക്കരുത്. അപവാദം പറയുന്നതിന് തുല്യമാണ്. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞു? സംശയം ചോദിച്ചയാള്? മനസ്സിലായോ സാർ? ഓക്കെ, താങ്ക് യു.
അപ്പോ ഒരു നിർമ്മല മനസാക്ഷിയോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ഇവന്റെ പരിപാടി എന്താണെന്നറിയാമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിശാചാണ് അപവാദി. അവന്റെ പേര് തന്നെ ഡെവിൾ, ഡയബോലോസ്. അക്യൂസർ, സ്ലാൻഡറർ. ഇംഗ്ലീഷിൽ സ്ലാൻഡർ എന്ന് പറഞ്ഞ അപവാദം ഒന്നാ. സ്ലാൻഡറർ, അപവാദി. അക്യൂസർ. ഇങ്ങനെ ഈ നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുക, കുറ്റം. അതാണ് ഡയബോലോസ്. സത്യം പറഞ്ഞ ഈ ഡയബോലോസ് എന്നുള്ള പദം എന്താണെന്നറിയാമോ? ഡയാബെല്ലോൺ എന്ന് പറയുന്നത് ഇങ്ങനെ എറിയുക, ഇങ്ങനെ ആരോപണം, ദോഷം, ഇങ്ങനെ ദോഷാരോപണങ്ങൾ നമ്മുടെ മേൽ എറിയുക. അത് പിശാചിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞ്, അപവാദിയായ പിശാച് ആരെ വിഴുങ്ങണ്ടു എന്ന് വെച്ച് ചുറ്റി നടക്കുക എന്നാ പറഞ്ഞത് അല്ലേ? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. അലറുന്ന സിംഹമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ പുള്ളി സിംഹമൊന്നും അല്ല. പിശാചേ അലറുന്ന സിംഹമൊന്നും അല്ല. അലറുന്ന സിംഹം എന്ന പോലെ, അല്ലാതെ സിംഹമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി പിശാച് സിംഹമാണെന്ന് പറഞ്ഞ് നടക്കരുത് കേട്ടോ. സിംഹം എന്ന പോലെ പുള്ളി ഭാഷം പറയുടെ നടത്തുക. അപ്പോ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു. അതാ രസം കേട്ടോ. ഈ പുള്ളിയുടെ പരിപാടി എന്താണ്? ഈ ഡീവർ, ആ വിഴുങ്ങുക. ഡീവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാമോ? അത് കറ്റപ്പിനോ എന്ന് പറഞ്ഞൊരു പദമാണ് ഗ്രീക്കിൽ. കറ്റപ്പിനോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിലേക്ക് അങ്ങ് ഇടുക, ഒറ്റയിറക്കം. അതാ ഡീവർ. ചിലര് കണ്ടിട്ടില്ലേ? ചോറുണ്ടെന്ന് കണ്ടിട്ടുണ്ടോ? എനിക്കത് കാണുന്നത് കൊതിയാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയല്ല. പഴയ ചില നമ്മുടെ നാട്ടിലെ ചില അച്ഛന്മാരൊക്കെ ചോറുണ്ടെന്ന് കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ കറികളെല്ലാം കൂടെ കൂട്ടി ചോറിങ്ങോട്ടെടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ടങ്ങോട്ട് ഉരുള ഉരുട്ടും. നമ്മളങ്ങനെ ഉരുള ഉരുട്ടാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ നിരത്തിയാതെ അല്ലേ? അതെന്ത് രസമായിട്ട് നല്ല ബോണ്ട പോലെ വരുമെന്നറിയോ? അവരിങ്ങനെ കൈക്കകത്തിട്ട് 2 ഉരുട്ടുരുട്ടിയിട്ട് വായോട്ട് ഒറ്റ ഇടിയിലും ഇറങ്ങി പോകുന്ന ഒരുമിച്ച. ഇതെങ്ങനാന്ന് എനിക്കറിയാം. ഇതായി വിഴുങ്ങുക, ഒറ്റയടിക്ക് തീർക്കുക. അതാ പിശാചിന്റെ പരിപാടി. അല്ലാതെ മുട്ടായി നുണയുന്ന പോലെ നമ്മളെ വെച്ച് തിന്നോണ്ടൊന്നും ഇരിക്കുകയല്ല. പിശാചി കൊണ്ട് വന്ന ഒറ്റ പിടി, ഒരിറക്കും. അത് ആരെ വിഴുങ്ങേണ്ടു. അതാ ഇവന്റെ പരിപാടി. അതാ കുറേശ്ശെ അല്ല. ഇനി ഈ പദം തന്നെ ഉണ്ടല്ലോ, ഈ ഡ്രിങ്ക് എന്ന് വേണേ പറയാം. ഡ്രിങ്ക് ഔട്ട് കേട്ടോ. ഡ്രിങ്ക്, വിഴുങ്ങുക. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ വെള്ളം അടിക്കുന്നവരെ നിൽപ്പൻ അടിക്കാൻ പോകുമല്ലോ. നിൽപ്പൻ കേട്ടിട്ടുണ്ടോ? നിൽപ്പൻ എന്ന് പറഞ്ഞാൽ അറിയാവോ? നിൽപ്പന് ചിലര് കണ്ടിട്ടില്ലേ? ഇങ്ങനെ റോഡെ അങ്ങോട്ട് പോകുന്ന കാണും. ഈ ഷാപ്പെന്ന് കാണുന്നിടത്തോട്ട് ഈ പുള്ളി പെട്ടെന്ന് ഒന്ന് അന്തർധാനം ചെയ്യുക. കോരകുദാദാൻ അബീരാമൊക്കെ ഭൂമിക്കടിയിലോട്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ പോലെ വഴിയെ ഇങ്ങോട്ട് നടന്നു വരുന്നു. ഈ പുള്ളി പിന്നെ എത്തിലേ പോയെന്ന് കാണുന്നത്. പുള്ളി ഷാപ്പെന്ന് എഴുതിയിരിക്കുന്ന ഒറ്റ പോക്ക അങ്ങോട്ട് പോയിട്ട് പുള്ളിക്ക് നേരെയില്ല കേട്ടോ. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തോളാൻ പറയും. ഇരിക്കാൻ നേരമില്ല, തൊട്ടുകൂട്ടാനും ഒന്നും നേരെയില്ല. നിന്നോണ്ടൊരു പിടിയുണ്ട്. അതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ നിൽപ്പൻ അടിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇരുന്നോണ്ടല്ല കുടിക്കുന്നത്, നിൽപ്പൻ അടിക്കുക. ഒരു കുപ്പി അങ്ങോട്ടെടുത്ത് മാട്ടം കുടിക്കുക. ഇതാ പിശാചിന്റെ പണി. ഈ നമ്മളെ പിടിച്ച് മുട്ടായി നുണയുന്ന പോലെ നമ്മളെ നുണഞ്ഞോണ്ടൊന്നും ഇരിക്കുകയല്ല. പിശാചിന്റെ പരിപാടി എന്താണെന്നറിയോ? എടുത്ത് വായിലോട്ടിട്ടുക, വിഴുങ്ങുക, ക്ലോസ് ആക്കുക, അല്ല ക്ലീൻ ആക്കി തീർക്കുക. ഒരു കുപ്പി തീർന്ന് കഴിഞ്ഞൊരു കൊടച്ചിലും ഒരു ചടച്ചിലും അവസാനം അച്ചാറിനകത്തോട്ട് കൈ മുക്കി ഒരു തൊടിയിലും 2 തുപ്പും കാശും കൊടുത്ത ചിറങ്ങി വരുന്ന തലയൊക്കെ ചെറുതിച്ചോണ്ട് ഇറങ്ങി വരുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പുള്ളിയുടെ മുഖമൊക്കെ കാണണം. അതാ നിൽപ്പൻ. അപ്പൊ പിശാച് നിൽപ്പനെ അടിക്കും.
മനസ്സിലായോ? ആരെ വിഴുങ്ങേണ്ടു, ഉള്ളി ഇങ്ങനെ വിഴുങ്ങാൻ നോക്കി നടക്കുക. അതുകൊണ്ട് സൂക്ഷിച്ചോണം കേട്ടോ. ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുകയാണ്. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനും ആ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു. ഇപ്പൊ നമ്മളൊരു കാര്യം ഓർത്തണം കേട്ടോ, ഇത് നമുക്ക് മാത്രമല്ല, ഈ പിശാചിന്റെ എതിർപ്പ് നമുക്ക് മാത്രമല്ല, ലോകത്തിലുള്ള മറ്റ് സഹോദരവർഗത്തിനും നമ്മളിത് ഓർക്കണം കേട്ടോ. ഞാൻ ഈ കഷ്ടതയും പ്രയാസവും എല്ലാം അനുഭവിക്കുമ്പോൾ എന്റെ ദൈവമേ, ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ യാഗമൃഗമായിട്ട് ജീവിക്കുന്നെന്ന് ഓർക്കരുത്. ഇതിലപ്പുറം ഷായി സാറ് രണ്ട് രീതിയിലാന്നേ ഉള്ളു അവിടെ അനുഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമാണ് കേട്ടോ, അവിടെ കൊടുക്കുന്നതൊക്കെ എനിക്ക് തന്നാൽ ഞാൻ മിക്കവാറും ക്ലോസ് ആയേനെ മണ്ടേക്ക്. അതുകൊണ്ട് അതൊന്നും എനിക്ക് തരാതെ എനിക്ക് വേറെ തന്നത്. എനിക്ക് തന്നതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നിരുന്നേ ഇന്ന് പലരും ഭൂമുഖത്ത് കാണുകയില്ലായിരുന്നു. അതുപോലുള്ളതൊക്കെ ആണ് ഞാൻ അനുഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ, കഷ്ടപ്പാടുകൾ പലർക്കും പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, വിശ്വാസത്തിന്റെ ഒരു സ്ഥിരത. അതാ ഞാൻ ദാനിയേലിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. രേഖ എഴുതുന്നതിന് മുൻപും അവൻ 3 പ്രാവശ്യം ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. രേഖ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വെപ്രാളം തല്ലി പിന്നെ ഉടനെ 21 ദിവസം ഉപവസിക്കുകയല്ല. ക്രമമായ ക്രിസ്തീയ ജീവിതമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസ ജീവിതം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സൂക്കേടോ ഒരു കഷ്ടപ്പാടോ ബന്ധപ്പാടോ ഒക്കെ വരുമ്പോഴത്തേക്ക് അവർ പരിഭ്രമിച്ചു പോവുകയാണ്. അതുകൊണ്ട് പത്രോസ് തന്നെ പറയുന്നത് ഏതാ, നിങ്ങൾക്ക് വരുന്ന അഗ്നിശോധനയിങ്കൽ അല്ലേ, 1 പത്രോസ് 4:12 പറയുന്നത്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു എന്ന് വെച്ച് അതിശയിച്ചു. എനിക്ക് ഒരു അപൂർവ കാര്യം എനിക്ക് വന്നു എന്ന് വെച്ച് അതിശയിക്കരുത്. എനിക്ക് മാത്രം വന്നതെല്ലാം അപൂർവമാണ്, എനിക്ക് മാത്രം വന്നതെല്ലാം വ്യത്യസ്തമാണ് എന്ന് ചിന്തിക്കരുത്. ലോകത്തിലെ മറ്റു സഹോദര വർഗങ്ങൾക്കും ഇതല്ലെങ്കിൽ മറ്റൊന്ന് അവരനുഭവിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, ശുശ്രൂഷയിൽ ഞാൻ കടന്നുപോയ തീ, അത് ആ നിലയിൽ അല്ലെങ്കിലും മറ്റൊരു നിലയിൽ ദേവദാസന്മാരും സഹോദരങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതൊക്കെ എനിക്കും വന്നിട്ടുണ്ട്. ഈ ലോകത്തിലില്ലാത്ത കഷ്ടതയൊന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും അപൂർവം എന്ന് വിചാരിക്കരുത്. നമുക്കെല്ലാം ഈ കഷ്ടത സഹിക്കുന്നവർക്കെല്ലാം അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്നറിയോ, ഇതും എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം ഇങ്ങനെ, ഞാൻ എപ്പോഴും ഒരു സ്കേപ്പ് ഗോട്ടാണ്, ഞാൻ ഒരു യാഗമൃഗമാണ്. ഒന്നും ചിന്തിക്കണ്ട. എന്താ ദൈവമേ, എനിക്ക് മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഒരു വിടുതലില്ലാത്ത, എനിക്ക് മാത്രം എന്താ ഈ കഷ്ടം, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ അങ്ങനെ അതിശയിച്ചു പോകരുത്. ഇത് അനേക മക്കൾക്കും ദൈവദാസന്മാർക്കും ഇതൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിരിക്കണം. ഇത് steadfastness in faith. എനിക്ക് ആ പദമാണ് വളരെ പ്രധാനം. സ്ഥിരത. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട, വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പൗലോസും പത്രോസും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് വിശ്വാസത്തിന്റെ സ്ഥിരത. സ്റ്റെറിയോസ് എന്നൊരു പദമാണ് സ്ഥിരത. സ്റ്റെറിയോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സോളിഡ് or stable or steadfast. നിർബന്ധ ബുദ്ധിയോടെ അടിയുറച്ചവരായി, കുലുങ്ങാത്തവരായി, അചഞ്ചലതയുള്ളവരായി. പറയട്ടെ, എന്തു വന്നാൽ എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. വരട്ടെ, ഒരു സമചിത്ത. എന്തെങ്കിലും വന്നു കഴിഞ്ഞോടെ അയ്യോ പൊത്തോന്നങ്ങ് വിളിച്ച് കരഞ്ഞ് നാട്ടുകാരെല്ലാം ഇളക്കി ബഹളമുണ്ടാക്കി. ഒരു ദൈവപൈതലിന്റെ ശരിയായ ലക്ഷണമല്ലത്. അത് അവന്റെ വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലെയാണ് കാണിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്നവനാണ്. ഒരിക്കലും ദൈവം നമുക്കൊരു ദോഷം ചെയ്യുകയില്ല.
നമ്മുടെ നന്മയല്ലാതെ ദൈവം തിന്മയൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, we should be steadfastness. You should be strong and you should be sure. എന്താ സത്യത്തില് നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരിടത്ത് മാത്രമല്ല ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് വേറെ പുസ്തകത്തിൽ പലയിടത്തും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്യുക? ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ചവിട്ടിയെടുത്ത് തന്നെ ഉറപ്പോടെ നിൽക്കുക എന്നർത്ഥം. നിന്നിടത്ത് ഉറച്ചു നിൽക്കുക. വിശ്വാസത്തിലെ ഏറ്റക്കുറച്ചിലല്ല വേണ്ടത്, നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇത് വളരെ ആത്മീക പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താ? നിൽക്കുന്നിടത്ത്. നിങ്ങളെ യാക്കോബിന്റെ ലേഖനം ഒന്ന് എടുക്കാമോ? യാക്കോബിന്റെ ലേഖനം 4:7 ഒന്ന് വായിക്കാമോ? യാക്കോബ് 4:7. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ. എന്നാൽ you resist the devil, you oppose the devil. പിശാചിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് നമ്മൾ മിക്കവാറും നേരെ തിരിച്ചാ ചെയ്യുന്നത്. പിശാചിന് കീഴടങ്ങുവീൻ, ദൈവത്തോട് എതിർത്ത് നിൽക്കും. അങ്ങനെയാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. പിശാചിന് കീഴടങ്ങും. നമ്മൾ അനുസരിക്കുകയില്ലാത്ത ഒരാളെ ഉള്ളത് ദൈവത്തോടൊക്കെ എതിർക്കുക. പിശാച് എന്നാ കൊണ്ടുവന്നാലും അതിനെല്ലാം കീഴടങ്ങും. നേരെ തിരിച്ചാ നമുക്ക് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിന് ഒന്നാമത് ചെയ്യേണ്ട ഇതാണ്, ദൈവത്തിന് കീഴടങ്ങി. യു സബോട്ടേജ് യുവർസെൽഫ്. എന്താ? നമ്മളെ ദൈവത്തിനങ്ങ് കീഴടങ്ങുക, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പിശാചിനോട് എതിർത്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുക. യു റെസിസ്റ്റ്. അതാ സ്റ്റെറിയോ എന്നൊക്കെ പറഞ്ഞ സ്റ്റെറിയോസ്. എതിർത്തു നിൽക്കുക. അതിനകത്തൊരു വലിയ കാര്യമുണ്ട്. എന്നാന്നറിയാമോ? ഈ വാഗ്ദത്തദേശം സ്വന്തമാക്കാനായിട്ട് യോശുവയും കൂട്ടരും കൂടെ ചെല്ലുക, വാഗ്ദത്തദേശത്ത് ചെല്ലുക. അപ്പോഴത്തേക്ക് ദൈവം യോശുവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യോശുവയുടെ പുസ്തകം നടത്തിയ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആത്മീയ പോരാട്ടമായത് ശ്രദ്ധിച്ചോണേ. ഇതൊക്കെ 1:3. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കണ്ട, ഇത് സത്യത്തിൽ മോശയ്ക്ക് മുൻപ് അബ്രഹാമിനോട് കൽപ്പിച്ചതാണ് ഈ ദേശം, വാഗ്ദത്ത ദേശം അല്ലേ? നീല നദി മുതൽ എന്ന് പറഞ്ഞ നൈൽ മുതൽ യൂഫ്രട്ടീസ് നദി വരെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തന്നിരിക്കുന്നെന്നാ പറഞ്ഞത്. സത്യത്തിൽ ഇന്ന് വരെ അത്രയും പൂർണ്ണമായിട്ടില്ല. ശലോമോന്റെ കാലഘട്ടത്തിൽ അതിന്റെ മിക്കവാറും ഭാഗങ്ങളൊക്കെ പൂർത്തീകരിച്ചെങ്കിലും കൈ വന്നെങ്കിലും ശത്രു അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. എതിരാളികൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പൂർണ്ണമായിട്ടും നിർമൂലമാക്കണമെന്നാണ് ആവർത്തന പുസ്തകത്തിലൊക്കെ ദൈവം ആവർത്തിച്ച് മോശയോട് പറയും. നീ ചെല്ലുവാനിരിക്കുന്ന ദേശത്ത് ശത്രുവിനെ നീ നിർമൂലമാക്കുക എന്ന് പറഞ്ഞ റൂട്ടപ്പ് ചെയ്യുക. അവന്റെ ഒരു വേര് പോലും അവിടെ ഇരിക്കരുതെന്നാ. അതാ നിർമൂലം. മൂലം എന്ന് പറഞ്ഞ വേരെന്ന അർത്ഥം.
മനസ്സിലായോ? യു റൂട്ട് അപ്പ്, വേരോടെ പിഴുതു കളയണം. കാരണം ചിലപ്പോ ഒരു വേരിരുന്നാൽ അതിൽ നിന്ന് പൊട്ടിക്കിളിച്ച് ചെടി വളരാൻ സാധ്യത. ഒരു കുറ്റി നിന്നാ മതി. ഈ നിങ്ങൾക്കറിയാമോ, ഈ അമേരിക്കയിലോട്ടേ, വടക്കേ അമേരിക്കയിലോട്ട് 17-ാം നൂറ്റാണ്ടിന് ശേഷമാണല്ലോ യൂറോപ്പിൽ നിന്നൊരു കുടിയേറ്റം ഉണ്ടായത്. ഇന്ന് ഈ വടക്കേ അമേരിക്കയിൽ താമസിക്കുന്നവർ അമേരിക്കക്കാരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. സത്യത്തിൽ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ നാനാ ദേശത്തു നിന്നും അവിടോട്ട് കുടിയേറിയവരാ. കാരണം അമേരിക്കയിൽ സ്വർണ്ണ നിക്ഷേപം കാണും. കടൽ തീരത്തൊക്കെ ഇങ്ങനെ സ്വർണ്ണ തരികൾ കിടപ്പുണ്ടായിരുന്ന അമേരിക്കോ വെസ്പൂച്ചി എന്ന് പറഞ്ഞൊരു നാവികനാണല്ലോ ഇത് അമേരിക്കയാണെന്ന് കണ്ട്. പണ്ട് കൊളംബസ് അവിടെ ചെന്നു, പക്ഷെ കൊളംബസ് ഓർത്തിരുന്ന അത് ഇന്ത്യയാണെന്ന് ഓർത്തത്. അതുകൊണ്ടാണല്ലോ ഇന്നും അവിടുത്തെ ആദിവാസികളെ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ വിളിക്കുന്നത്. സത്യത്തിൽ തെക്കേ അമേരിക്കയാണ്. എന്നാൽ വടക്കേ അമേരിക്ക കണ്ടുപിടിച്ചു അമേരിക്കോ വെസ്പൂച്ചി എന്ന് പറഞ്ഞ നാവികൻ 17-ാം നൂറ്റാണ്ടാണ്. ആ നൂറ്റാണ്ടില് അവിടുത്തെ ഒരു പ്രത്യേക കടൽ തീരത്തൊക്കെ മണൽത്തരി കിടക്കുന്ന പോലെ സ്വർണ്ണത്തരി കിടപ്പുണ്ടായിരുന്നത്. ഇതറിഞ്ഞ് യൂറോപ്പിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് അഹമഹമികയായി ഇങ്ങനെ കുടിയേറ്റം നടത്തി. അവര് കുടിയേറ്റം നടത്തിയപ്പോ അത് വലിയ കാടായിരുന്നു. അവിടെ എല്ലാം കാടായിരുന്നു. കാടിങ്ങനെ ആർത്ത് കയറി വളരുക. ആദ്യത്തെ തലമുറ അവരെന്തെന്നറിയാവോ, ചെന്ന് അവിടെ കയ്യേറ്റം നടത്തി ഭൂമി വെട്ടിപ്പിടിച്ചു. അവർ ആ കാടെല്ലാം അറുത്ത് മുറിച്ചിട്ട് അവിടെ താമസം ഉറപ്പിച്ചു. അവർക്ക് ഈ സ്വർണ്ണത്തരിയൊക്കെ ഇങ്ങനെ ചുമ്മാ മണൽ പോലെ കിടക്കുന്നതുകൊണ്ട് വാരി വിറ്റ് അതൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങി. അവർക്ക് ഭയങ്കര പൈസ കിട്ടാൻ. അപ്പൊ അവര് വസ്തു വാങ്ങിച്ചു, അവര് കൃഷി ചെയ്യാൻ തുടങ്ങി. ഈ 1-ാം തലമുറയിൽ നേരിട്ട് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നതായിരുന്നെന്ന് അറിയാമോ? ചരിത്രത്തിൽ അത് കിടപ്പുണ്ട്, നിങ്ങൾ വായിച്ചാൽ അറിയാം. മുറിച്ചു വിടുന്ന മരത്തിന്റെ കുറ്റികൾ പഴയതിനേക്കാൾ ശക്തിയോടെ കിളിർത്തു വരുന്നു. അതായിരുന്നു അമേരിക്കയിലെ ആദ്യത്തെ തലമുറ നേരിട്ട ഏറ്റവും വലിയ പ്രയാസം. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? പല മരങ്ങളും വേരോടെ പിഴാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം നൂറ്റാണ്ടുകളായി വളർന്നു നിന്ന മരമായതുകൊണ്ട് മീറ്ററുകൾ അടിയിലേക്ക് അതിന്റെ വേര് പറിച്ചു കളയാൻ അവർക്ക് പറ്റിയില്ല. കാരണം എന്തെന്നറിയോ, ഒന്ന് വെട്ടിത്തെളിച്ച് ഒരു കൃഷി ചെയ്തു വരുമ്പോൾ ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് പണ്ടത്തതിനേക്കാൾ പിന്നത്തതായി ആ മരമെല്ലാം ആർത്ത് കയറി വളരാൻ. ഇതൊരു വലിയ വിഷയമാണ്. അപ്പൊ റൂട്ടപ്പ് ചെയ്യണം. ദൈവം അവരോട് പറഞ്ഞത് അതാണ്. ഈ ചെല്ലുന്ന ദേശത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ 10 കൂട്ടം ജാതികൾ പാർക്കുന്ന സ്ഥലമാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. നൈൽ നദി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈജിപ്ത് തുടങ്ങി. നൈൽ നദി കിടക്കുന്ന എവിടെയാ? ഇന്നത്തെ ഈജിപ്റ്റ് കേട്ടോ. യെരുശലേമിന്, ഇസ്രയേലിന് പടിഞ്ഞാറ് കിടക്കുന്ന ഈജിപ്റ്റ് തുടങ്ങി കിഴക്കോട്ടിങ്ങോട്ട് പോന്നാൽ എവിടെ വരും? ഇന്നത്തെ സിറിയ, തുർക്കിയിലും ഒക്കെ കിടക്കുന്ന ഇറാഖിലും ഒക്കെ കിടക്കുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി വരെ. മനസ്സിലായോ? സിറിയ, തുർക്കി, ഇറാഖിലൂടെയാണ്, സിറിയയിലൂടെയും ഇറാഖിലൂടെയാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി ഒഴുകുന്നത്. അവിടെയാണ് മെസപ്പൊത്തോമിയ, നമ്മുടെ അബ്രഹാം ജനിച്ചു വളർന്ന സ്ഥലം. മനസ്സിലായോ? അബ്രഹാമിന്റെ സ്ഥലം മെസപ്പൊത്തോമിയാണ്. അത് ഈ യൂഫ്രട്ടീസ് നദിക്കരയാണ്. അത് ഇന്നത്തെ ഇറാഖിലാണ്. അപ്പൊ ഈ യൂഫ്രട്ടീസ് നദി, മഹാനദിയായ ഫ്രാത്ത് നദി വരെയുള്ള സ്ഥലമെന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. ഇത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരും. തന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യം ദൈവം ആ മോശയോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, നിന്റെ ജനവുമായി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജാതികളെ നിർമൂലമാക്കി കളയും എന്ന് പറഞ്ഞാൽ ജാതികളിൽ നിന്ന് ഒരു പയ്യനെ പോലും, ഒരു കൊച്ചു ബാലനെ പോലും വെച്ചേക്കരുത്, കൊന്നുകളയണം. കാരണം എന്നറിയാമോ? അവൻ അവിടെ നിന്നാൽ അവൻ വളർന്ന ഒരുപക്ഷെ ഒരു ജാതിയായി മാറാൻ സാധ്യത, നിന്നെ എതിർക്കാൻ സാധ്യതയില്ല. റൂട്ടപ്പ് ചെയ്യണം. അതുകൊണ്ട് നീ ചെയ്യുന്നത് എന്നാന്നറിയാമോ? വാഗ്ദത്തദേശത്ത് ചെല്ലുക. യോശുവയുടെ നേതൃത്വത്തിൽ. അപ്പൊ മോശയ്ക്ക് വാഗ്ദത്തദേശത്ത് കിടക്കാൻ പറ്റിയില്ല. യോശുവയും കൂട്ടരും ചെല്ലുക. അപ്പൊ യോശുവയോട് ദൈവം പറയുക, നിങ്ങളുടെ
ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ അത് സ്വന്തമാക്കേണ്ടെന്ന് അറിയാവോ? You have to tread the sole of your foot. നീ അവിടെ ചെന്ന് നിന്റെ ഉള്ളങ്കാല് ചവിട്ടണം. ഇത് ഞാനിപ്പോ ഒരു ആത്മീയ പോരാട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എങ്ങനെ അവകാശങ്ങൾ നമുക്ക് സ്വന്തമാക്കാം, ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ഉള്ളങ്കാല് ചവിട്ടി അത് സ്വന്തമാക്കാം. ഇത്രയും ചെയ്തേച്ചാൽ മതി. ഉള്ളങ്കാല് ചവിട്ടണം. ഉള്ളങ്കാല് ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നതാ, ഞാനൊരു സ്ഥലത്ത് നിൽക്കുക, നിന്നിട്ട് ഞാൻ പറയുക, ദിസ് ഈസ് മൈൻ, ഇതെന്റെ. ആ വാഗ്ദത്ത ദേശത്ത് ചവിട്ടി നീ നിന്നിട്ട് നീ ശത്രുവിനോട് പറയണം, ദിസ് ഈസ് മൈൻ, ഇത് എന്റെ, ഇത് ഞാൻ വിട്ടുതരിക. അതാ റെസിസ്റ്റ് എന്ന് പറഞ്ഞ എതിർത്ത് നിൽക്കുക. നീ അവകാശം പറയുക. ദൈവമക്കളെ, ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ഇങ്ങനെ വേണം അവകാശപ്പെടാൻ. നീ അതിൽ സ്വന്തമായിട്ട് കയറി നിന്നിട്ട് എന്ത് പറയണമെന്ന് അറിയാമോ? ഇതെന്റെയാ. This is the possession that God hath given me. ഇത് ദൈവം എനിക്ക് തന്നതാണ്. ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കുക. ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം. എനിക്ക് അതിലൊക്കെ ഇഷ്ടം അറിയാമോ? നോട്ട് ദ സോൾ ഓഫ് യുവർ ഷൂസ്. നീ ഷൂസ് ഇട്ട് ചവിട്ടുന്നുണ്ടോന്നല്ല പറഞ്ഞത്, എടുത്തു പറഞ്ഞു നിന്റെ ഉള്ളങ്കാൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പിട്ടോണ്ടല്ല അവിടെ ചവിട്ടുന്നത്, അല്ലേ? ചെരുപ്പ് അല്ല. മോശ അന്ന് കയറി ചെന്നപ്പോ, പർവ്വതത്തിൽ കയറി ചെന്നപ്പോ പറഞ്ഞത് ഇതാ, ഇത് വിശുദ്ധ ഭൂമിയാ, നിന്റെ കാലിൽ ചെരുപ്പം കഴിച്ചു മാറ്റാനാവാ. വിശുദ്ധിയെ കാണിക്കുന്നതാണ്. വിശുദ്ധ ഭൂമിയാണ്, വിശുദ്ധിയെ കാണിക്കുന്നതാണ് ഉള്ളങ്കാൽ ചവിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? എവിടെല്ലാം അവർ ഉള്ളങ്കാൽ ചവിട്ടിയോ, ദൈവത്തിന്റെ പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം തോളിൽ ചുമന്നിട്ട് യോർദാനിലേക്ക് അങ്ങ് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തറിയാമോ? അവരുടെ ഉള്ളങ്കാൽ ചവിട്ടിന്റെ ആ പദം കണ്ടോ? 4-ാം അധ്യായം കണ്ടോ? 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 4:18. യോശുവ 4:18. യഹോവയുടെ സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു കയറി പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് പൊക്കി വെച്ച ഉടനെ. നീ ഉള്ളങ്കാൽ ചവിട്ടുന്നിടത്തൊക്കെ ഞാൻ നിനക്ക് തരാമെന്നാ. ഷൂസിന്റെ അടിയിട്ട് ചവിട്ടുന്നതല്ല പറഞ്ഞത്. That the sole of your foot, not the sole of your shoes. ചെരുപ്പിന്റെ സോളിട്ട് ചവിട്ടുക എന്നല്ല പറഞ്ഞത്. The sole of your foot, നിന്റെ ഉള്ളങ്കാൽ. അത് അവകാശമാക്കാനുള്ള എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു വിശുദ്ധിയെ കാണിക്കുക. വിശുദ്ധി. ഇബ്രാഹാമിനോട് മോശയോട് പറഞ്ഞതാ, കല്ലിന് ചെരുപ്പഴിച്ചു മാറ്റിക്കോ, ഇത് വിശുദ്ധ ഭൂമിയാണ്. ആ വിശുദ്ധി നീ സൂക്ഷിച്ചുകൊണ്ട്, ജീവിതത്തിലെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? പുരോഹിതന്മാർ പെട്ടകം ചുമന്നു. ആ പെട്ടകം ചുമന്നുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് പൊക്കി വെച്ച ഉടനെ യോർദാൻ, ഉള്ളങ്കാൽ ചവിട്ടിയപ്പോഴത്തേക്ക് യോർദാന്റെ ഒഴുക്ക് നിന്നു. ഉള്ളങ്കാൽ ചവിട്ടിയപ്പോ യോർദാന്റെ ഒഴുക്ക് നിന്നു. ഉള്ളങ്കാൽ എടുത്തു വച്ച് അവര് മുൻകൂട്ട് പോകുക. അത് കഴിഞ്ഞ് നമ്മൾ 6-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. 6-ാം അധ്യായത്തിൽ വാഗ്ദത്ത ദേശത്തിനെതിരെ നിന്ന ആദ്യത്തെ തടസ്സം എരിഹോ പട്ടണമായിരുന്നു, അല്ലേ? എരിഹോ പട്ടണമാണ്. 6-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നു. അപ്പൊ എന്തെന്നറിയാമോ? അത് ഈ എരിഹോ പട്ടണം
പിടിച്ചെടുക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി 6:4. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന് മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും വേണം. പെട്ടകൾ തോളിൽ ചുമന്നു കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പിടുകയില്ല. ചെരുപ്പിട്ടോണ്ടല്ല പുരോഹിതന്മാര്. ഉള്ളങ്കാൽ. ആ ഉള്ളങ്കാൽ എന്ത് ചെയ്തു? എരിഹോ പട്ടണത്തിന്റെ ചുറ്റും അങ്ങ് നടന്നു. ഉള്ളങ്കാല് ചവിട്ടി 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 7 ദിവസം. 7-ാം ദിവസം 7 പ്രാവശ്യം. 7 6 13 ചവിട്ടി 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 7 ദിവസം കൊണ്ടുണ്ടല്ലോ പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് പതിയാത്ത ഒരു സ്ഥലം പോലും എരിഹോ പട്ടണത്തിന്റെ ചുറ്റുമില്ല. പെട്ടകഞ്ചുമുഖല്ലേ? പെട്ടകഞ്ചുമുഖ പുരോഹിതന്മാരെ എന്ത് ചെയ്തു? ഉള്ളങ്കാലി ചവിട്ടി ഉള്ളങ്കാലി ചവിട്ടി ഉള്ളങ്കാലി ചവിട്ടി. അപ്പൊ ദേശം അവകാശമാക്കുന്നതിന് ചെയ്യേണ്ട ഒരു പരിപാടി എന്നാ? ഉള്ളങ്കാലി ചവിട്ടി. ദിസ് ഈസ് മൈൻ. ഇത് എന്റെയാണ്. ഇതാണ് ആത്മിക പോരാട്ടത്തിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. യു റെസിസ്റ്റ്. നീ ചവിട്ടുക. ചവിട്ടി നിന്നിട്ട് നിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിക്കൊണ്ട് നീ പിശാചിനോട് പറയണം, ദിസ് ഈസ് മൈൻ. ഇത് എനിക്കുള്ളതാണ്. ഇതെന്റെ തലമുറയ്ക്കുള്ളതാണ്. എന്ന് പറയണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഒരു ദൂതും കൂടാ പറയുന്നേ. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളില്ലേ? നിരക്ഷിക്കപ്പെട്ട നാളുകളിൽ തന്നെ നിനക്ക് തന്ന ചില വാഗ്ദത്തങ്ങളില്ലേ? വിളിച്ചിറക്കിയ നാളുകളിൽ ദൈവം പലപ്പോഴായി നിന്നോട് ദൂത് പറഞ്ഞില്ലേ? ആ പറഞ്ഞ ദൂതുകളെ ഓരോന്നും സ്വന്തമാക്കണം. പിശാചിനോട് പറയണം, ഇത് എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. ഇതെനിക്കും എന്റെ തലമുറയ്ക്കും അനുഭവിക്കാനുള്ളതാണ്. ഇത് വിട്ടുതരിക എന്ന് പറയണം. യു റെസിസ്റ്റ്. ഒന്നേ, നീ അതിലൊന്ന് ഉറച്ചു നിന്നേ. വിശ്വാസത്തോടെ ഒന്ന് ഉറച്ചു നിന്നേ. വിശ്വാസത്തിൽ സ്ഥിരത എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഈ വെയ്വറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാഞ്ചാട്ടം അവസാനിക്കും. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ സ്വന്തമാക്കും. ഇത് ചെയ്താ മതി. എന്ത് ചെയ്യാ? പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടി. എന്നാ ഈ പിശാചി പോകാതിരിക്കുന്നറിയാവോ? നിന്റെ ഈ ചാഞ്ചാട്ടമാ. നിൽക്കുന്നിടന്ന് നിൽക്കുകയല്ല. വിശ്വാസത്തിലെ സ്ഥിരതയില്ല, ഉറപ്പില്ല, ധൈര്യമില്ല. ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയും. ഇപ്പൊ പറയുന്നത് ഇപ്പൊ വിശ്വസിക്കുന്നതല്ല നാളെ വിശ്വസിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വലിയ സന്തോഷമൊക്കെ ആ കൈയടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞു വെച്ച് നമ്മൾ സ്വോത്രം പറഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് വല്ലതും നടക്കാൻ പോകുന്നു. ഇത് വല്ലതും നടക്കൂ? എനിക്ക് തോന്നുന്നില്ല. You put your soul of the foot. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ മേൽ നിൽക്കാൻ റെസിസ്റ്റ്. അതിനെയാണ് റെസിസ്റ്റിംഗ് എന്ന് പറയുന്നത്. റെസിസ്റ്റ്, എതിർത്ത് നിൽക്കുക. എതിർത്ത് നിൽക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. റെസിസ്റ്റ്. You be stable and be steadfast in your faith. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ഒന്ന് വായിച്ച് എഫേസ്യ ലേഖനം 6:11 വായിച്ച്. എഫേസ്യ 6:11. എഫേസ്യ 6:11. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് മതി എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ ധരിച്ചു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പീൻ.
ഉറച്ചു നിൽപ്പീൻ. You resist the devil. Resist the devil എന്ന് സത്യം പറഞ്ഞുണ്ടല്ലോ, അത് കഴിഞ്ഞ് യുദ്ധം തുടങ്ങിയാൽ മതി. നാം ചവിട്ടുന്നത് നമ്മുടെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ചവിട്ടി നാം എടുക്കുന്ന സ്ഥലം നമുക്ക് വേണ്ട സ്ഥലം. യുദ്ധത്തിൽ അങ്ങനല്ലേ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഒഴിപ്പിക്കുന്ന സ്ഥലം നമുക്കുള്ളതാണ്. യുദ്ധം ചെയ്ത് മുന്നേറുന്നതനുസരിച്ച് നാം ചവിട്ടി എടുക്കുന്ന ദേശം അത് നമുക്കുള്ളത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഇസ്രയേല് യുദ്ധം ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോവുക ഹിസ്ബുള്ളക്കെതിരെ. അവിടെ ഒരു നദിയുണ്ട്, ആ നദിയുടെ ഇപ്പുറത്തോട്ട് അവര് വരരുത്. ആ നദിക്ക് ഇപ്പുറത്തോട്ട് വന്നതിനെയൊക്കെ ഓടിച്ച് ആ നദിക്ക് അക്കരെ കടത്തി ഇക്കരെയുള്ള സ്ഥലം സ്വതന്ത്രമാക്കി. അവിടെ ഇസ്രയേൽ പോയി താമസിക്കാനൊന്നും അല്ല, അത് നോമാൻസ് ലാൻഡാണ്. ആരും അവിടെ താമസിക്കണ്ട, ഹിസ്ബുള്ളയും വേണ്ട, ഹമാസും അവിടെ വരണ്ട. ഇസ്രയേൽ ഞങ്ങളും താമസിക്കുന്നില്ല, ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടിയാൽ മതി. ഈ നദിക്ക് ഇപ്പുറത്തോട്ട് നീ താമസിക്കരുത്, അതവിടെ കിടന്നോട്ടെ. നീ അവിടെ വന്ന് തുരങ്കം ഉണ്ടാക്കി അവിടെ കൊണ്ട് ആയുധം വെച്ച് കഴിയുമ്പോഴല്ലേ ഞങ്ങളുടെ തലക്കെട്ട് തട്ടുന്നത്. വേണ്ട, അങ്ങ് പൊക്കം, സ്വതന്ത്രമാക്കി, അത്രയും സ്വതന്ത്രമാക്കി അല്ലേ. ഇതുപോലെ ഞാൻ ചവിട്ടിയെടുക്കണം നമുക്കുള്ളത്. അത് ഉറച്ചു നിൽപ്പീൻ, എതിർത്തു നിൽപ്പീൻ എന്നൊക്കെ ആവർത്തിച്ച് ഈ പറയുന്നത്. കൊലോസ്യ ലേഖനം 1:23 ഒന്ന് വായിക്കാമോ? കൊലോസ്യർ 1:23. ആകാശത്തിന് കീഴെ സകല ദൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്നും നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ സ്ഥിരത, വിശ്വാസത്തിന്റെ സ്ഥിരത, വിശ്വാസത്തിന്റെ ഉറച്ചു നിൽപ്പ്, വിശ്വാസത്തിന്റെ എതിർത്തു നിൽപ്പ്, അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ മുൻപിൽ നിൽക്കും. നമ്മുടെ കർത്താവിന്റെ വരവിൽ നിങ്ങൾ നിൽക്കുമെന്നായി പറഞ്ഞു. ചാഞ്ചാടരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയരുത്. അതിന്റെ 2:5 കൂടെ ഒന്ന് വായിക്കാമോ? 2:5. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത, the steadfastness of your faith. അതാ ഞാൻ പറഞ്ഞത്, പൗലോസും പത്രോസും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമായി. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി. ആത്മീയ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീക സ്ഥിരത എന്ന് പറയുന്നത്. കൃത്യമായ നമ്മള് ഒരു ദിവസം പ്രാർത്ഥനയും ആരാധനയും, പിന്നെ കുറെ ദിവസം പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, യോഗത്തിന് പോക്കും കുറഞ്ഞു, പിന്നെ കുറച്ച് നാൾ എരിവേറി യോഗത്തിന് വരുന്നു, കൂട്ടത്തിന് വരുന്നു. നിന്റെ കാര്യത്തിൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കാനാ? എങ്ങനെ പ്രവർത്തിക്കാനാ? നിന്റെ വിഷയത്തിന് എങ്ങനെ വിടുതൽ കിട്ടാനാ? നിന്റെ കുടുംബത്തിൽ നിന്ന് എങ്ങനെ പിശാച് ഇറങ്ങിപ്പോകാനാ? ശത്രുവിന്റെ പോരാട്ടം നിനക്കെതിരെ എങ്ങനെ കുറയ്ക്കാനാ?